ക്ഷീണിച്ചു പോയല്ലോ. ഡയറ്റിംഗ് എടാ പോയെ. ഈ കൊളസ്ട്രോൾ ഷുഗർ ഇവനെ ഒന്നും പഠിക്കകത്ത് കയറ്റത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുക. പെട്ടിയും ബാഗൊക്കെ എടുത്ത് വെച്ചു. കുപ്പിയാണ് പൊട്ടരുത്. കുപ്പിയും പാട്ടയൊന്നുമില്ല. ആ വെള്ളമൊന്നും വാങ്ങി വെച്ചേന്. തണേ ഡ്യൂട്ടി ഫ്രീ കയറാൻ സമയം കിട്ടിയില്ല. ആ പ്രതീക്ഷയും പോയി. ഹരിയേട്ടന്റെ കുറച്ച് ജഡ്ഡിയും മരിയും നിൽക്കുക. ഉടക്കാതെ എടുത്ത് അകത്ത് വെക്കടേ. ആക്കിയതാന്നോടാ. അല്ലേ അരി ഇവന്മാരുടെ കൂടെ കൂട്ടുകൂടി എടുത്ത് ഇവിടുത്തെ ചീത്തപ്പേരുണ്ടാക്കരുത്. ഒരൊറ്റ ഒരാൾക്ക് നിന്നെ പറ്റി നല്ല അഭിപ്രായമില്ല. ലക്ഷ്യബോധം ഇല്ലാത്ത ഈ പിള്ളേർക്കല്ലാതെ. അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഏത് നാട്ടുകാർക്ക് ഇഷ്ടം. ഹരിയേട്ടാ ഞങ്ങൾ വിട്ടോട്ടെ. വിട്ടോ. ഞാനേ ഫ്രഷ് ആയിട്ടങ്ങ് വന്നേക്കാം. ഇങ്ങോട്ട് വന്നേക്കാം. അല്ല കവലയിലോട്ടെ. കവലയിലോട്ടെ. എന്നാ റോയ്? പൈസക്ക് ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു. പണയം വയ്ക്കാൻ വന്നതാ. പണയം വെക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ആ ബാലൻ കിടന്ന് വിളിയോട് വിളിയാ. അതുപോലെ പോളച്ചന്റെ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അയ്യോ അവനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. അപ്പം കാണുന്നവനാ അപ്പാന്ന് വിളിക്കുന്നവനാ. ഒരു കല്യാണം ആവശ്യം വെച്ചു. തികയല്ല. പക്ഷേ 12 പവന് ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ചുള്ള ഫുൾ എമൗണ്ട് ഞാൻ തരും. അതുകൊണ്ട് എന്താ പലിശ കൂടും. അല്ല റോഹിച്ചത് ജനസേവനത്തിനൊന്നും അല്ലല്ലോ, കച്ചവടത്തിനല്ലേ. ഞാൻ 10 തന്നാൽ റോഹിച്ചത് 100 ആക്കും. സാരല്ല, കാര്യം പോളച്ചന്റെ അവിടെ പലിശ കുറവാ. പക്ഷെ അങ്ങനെ തന്നെ തുകയും കുറവാ. അപ്പൊ ഞാൻ ഓക്കെ. റോഹിയേ 2-ാം തീയതി പലിശ മുടക്കരുത്. എന്നിട്ട് ഞാൻ ചെല്ലണ്ട കടയിലേക്ക്. പിള്ളേർ കാത്തുകിട്ടോ. എനിക്ക് എത്ര രൂപ ലോണ് വേണ്ട? 3 രൂപ കിട്ടിയ പോളച്ചോട് ചോദിച്ചു നോക്കാം. ആർക്കൊന്നും അറിയത്തില്ല. ചേട്ടൻ വിചാരിച്ച ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മന്ത്രിയുടെ ഹോം മെയ്ഡ് വാടേ. ഓ അടിപൊളി. ചേട്ടാ ഹരിയേട്ടൻ കണ്ടായിരുന്നോ? ഇപ്പൊ ഒന്ന് കയറി ആണോ? പുതിയ 2 കുഴി ഉണങ്ങുന്നുണ്ട്. ചേരുവല്ലേ? ഓ ചെറുതല്ലേ. ചേറുതിൽ വലിയ കാര്യമൊന്നും ഇല്ലെന്നേ. നോക്കാം. വന്നതിന്റെ ആഘോഷം കഴിഞ്ഞു. എന്തോരം കാശാ പൊടിച്ചത്. ഇതൊക്കെ ഒരു രസമല്ലേ പോളച്ച? ഹരിയേട്ടാ ഇവിടുത്തെ പരിപാടി നമുക്ക് ഇന്നലെ പറഞ്ഞ ആലപ്പുഴയ്ക്ക് വിടായിരുന്നു. ഇത്തവണത്തെ ഉത്സവപ്പരി വന്ന പോളച്ചന്റെ ജനമൈത്രി ബാങ്ക് തന്നെ അങ്ങ് തുടങ്ങിയാലോ? ഹരിയേട്ടോ എല്ലാ വർഷവും 101 രൂപ ആദ്യമായിട്ട് സംഭാവന കൊടുക്കാറുള്ളത് ഇവിടുന്ന് തന്നെയാ. 101 രൂപ അറുത്ത കൈക്ക് ഉപയോഗിക്കാത്ത ആളാ. ഒരു കാര്യം എന്നാ ഹരി? അത് പോളച്ച, ഓ നമ്മുടെ ബാലന്റെ പെങ്ങളുടെ കല്യാണമൊക്കെ ഏതാണ്ട് സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ അവന് ഇച്ചിരി കാശിന്റെ കുറവുണ്ട്. ഒരു ലോഡ് സംഘടിപ്പിക്കാൻ പറ്റുമോ? ഇയാള് വന്നിട്ടുള്ളതല്ലേ. പക്ഷെ അന്ന് ഈട് തന്നത് പട്ടയില്ലാത്തൊരു ഭൂമിയായി. പിന്നെ എങ്ങനെ കൊടുക്കാൻ? ഹരിയേട്ടൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. ഞാൻ ഗ്യാരണ്ടി എടുക്കാം. കൊടുക്കും. ഉറപ്പല്ലേ? ഹരി ജാമ്യം നിൽക്കുന്നുണ്ട്. ഉറപ്പായിട്ട് കൊടുക്കും. എന്നെ വിശ്വസിക്കുന്ന പോലെ എല്ലാരും കയറി അങ്ങ് വിശ്വസിച്ചേക്കല്ലേ. അവസാനം പണി കിട്ടും. അതിന് നിന്നെ ആര് വിശ്വസിച്ചിടാവൂ? പൊളച്ച ഓ എനിക്കൊരു ലോൺ തരുമോ? എന്തിനാ? പശുവിന്റെ അകടെ പിടിപ്പിക്കുന്ന മിഷ്യൻ വാങ്ങാനാ. പശുവിന്റെ അകടെ പിടിപ്പിക്കുന്ന മിഷ്യൻ വാങ്ങാനാ. ഈടെന്തോ തരും? പശുവിന്റെ അകട് മാത്രമേ ഉള്ളൂ. ആക്കിയതാ? അല്ല സത്യം. പശുവിന്റെ അകടെ പിടിപ്പിക്കാൻ പറ്റും. വേറെ ഒന്നും കൊണ്ടേ നിനക്ക് മേടിക്കാൻ? ഞാൻ മാഷ് കണ്ടു. ഞങ്ങൾ വരാം. വേണ്ട, പ്രായമായ 2 പെമ്പിള്ളേരിലെ വിടാ. എന്ത് വിശ്വസിച്ചിട്ടാണ് നിന്നെയൊക്കെ അങ്ങോട്ട് കയറ്റുന്നത്? ഇവിടെ തന്നെ ഇരുന്നാ മതി. ഈ ഹരിയേട്ടന് ഇതെന്താ സെറ്റപ്പ്? 24 മണിക്കൂർ ഇവിടെയാണല്ലോ. ഹരിയേട്ടന് സ്വന്തം വീട് പോലെയാ. എനിക്കത്ര വിശ്വാസം പോരാ. ഈ ഏജ് ഗ്രൂപ്പിനാ ഡിമാൻഡ് കൂടുതൽ. നീ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയത്തുള്ളൂ അല്ലേ? എയർപോർട്ടിൽ നേരെ ഇങ്ങോട്ടെത്തുന്ന ആളാ. ഇത്തവണ വന്നില്ലല്ലോ മാഷ് പറയായിരുന്നു. ഓണത്തിനും ഉത്സവത്തിനും ഒക്കെ വരുമ്പോ ഉടനെ പോണല്ലോ എന്ന് ഓർത്ത് നേരെ ഇങ്ങോട്ട് പോരും. ഇത്തവണ ഏതായാലും അതുണ്ടാവുക. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചില വേറെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. മാഷ് എങ്ങനെയുണ്ട്? ഓ അങ്ങനെ തന്നെ കിടക്കുന്നു. നിനക്ക് പരീക്ഷയല്ലേ? അതെ. ഞാൻ കൊടുത്ത ചുടുപ്പിട്ട് നോക്കിയാ പാവാണോ? കറക്റ്റ് ആയിരുന്നു ഹരിയേട്ടാ. എവിടെ ഹേമ? അടുക്കളയുണ്ട്, ഞാൻ വിളിക്കാം. വേണം കൊടുക്കാം.
ചെമ്മീൻ കായിട്ട് വെച്ചതാ. ഓ കൊളസ്ട്രോളിന് ബെസ്റ്റാ. നീ ഒരു പ്ലേറ്റിൽ ഇത്തിരി എടുത്തു പോയി, ഞാൻ മാഷം കണ്ടു വരാം. ഹരിയേട്ടാ ഇതൊന്ന് ഉപ്പ് നോക്കിയേ. എന്താ ആ സൂപ്പർ. എടുത്തുണ്ടോ? ഈ ചികിത്സ കൊണ്ടൊന്നും വലിയ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. മാഷ് എന്നതായി പറയണതേ, ഇപ്പൊ കൈക്കൊക്കെ നല്ല സ്വാധീനം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, എന്റെ അക്കൗണ്ടിൽ ഞാൻ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. ഹോസ്റ്റലിന്റെ ഫീസ് അടച്ചു, പ്രശ്നമില്ലല്ലോ. ഹരിയുടെ ഈ കടമൊക്കെ എങ്ങനെയാ വീട്ടുക? പക്ഷെ കടമാണെങ്കിൽ മാത്രമല്ലേ വീട്ടിന്റെ കാര്യമുള്ളൂ. ഞാനിത് കടമായിട്ട് ചെയ്യുന്നതല്ല, കടമയായിട്ടാ ചെയ്യുന്നത്. മാഷൊന്നും മിണ്ടാണ്ടിരിക്കുക. ഹരിക്ക് അവകാശമുള്ളതുകൊണ്ടല്ലേ കാശ് ചെലവാക്കുന്നത്, അല്ലേ ഹരി? മോളെ, ഹരിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് തെരുമീൻ എടുത്തു. ഇത് ഞാൻ തരും. എടുത്തു വയ്ക്കും. ശാരദാമോ, ഓ ഇനി ഇതൊന്നും വേണ്ടെന്നേ. ഹരി വന്നിട്ടുണ്ട്. 2 കൊല്ലത്തേക്ക് പിള്ളേർക്ക് ഇടാനുള്ളത് ഹരി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഹേമ എന്ന് പറയുന്നത് ഹരിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്നേ. ശാരദാമ്മയ്ക്ക് അടിപ്പാവടെ വേണ്ടേ, അതോ അതും ഹരി കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ വിളിക്കുന്നു തോന്നുന്നു. താങ്ക്സ്. ചിലപ്പോഴൊക്കെ തോന്നും ആ ബ്ലോക്ക് ഓഫീസിലെ ജോലിയുള്ള ചിറ്റടുത്ത ശശിയും കിട്ടി നാട്ടിലെങ്ങാനും കൂടിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇത്രയും കാശുണ്ടാക്കാൻ പറ്റുമോ? ആ അതും ശരിയാ. എന്താ വായിക്കുന്നേ? ബ്ലോഗാണോ? എന്നാ ഉറക്കെ വായിക്കേ, കുട്ടനാടൻ ബ്ലോഗ്. നാട്ടിൽ ചെന്ന് ഇറങ്ങിയ ഒരു സുഖ. GP നായർ വീണ്ടും പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ തന്നെ കൃഷ്ണമൂർത്തിയാർ പണ്ടേ കളിയാക്കി പറയണത് തെക്കേ പാർത്ത ജാനയ്ക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ജനിച്ചു എന്നാ. പ്രസിഡന്റ് ആവാൻ മാത്രമായൊരു ജന്മം. പിന്നെ ഹരിയേട്ടൻ 2 കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കി. 1 പ്രകാശന്റെ കാര്യത്തിലും 2 ബിനുവിന്റെ കാര്യത്തിലും. ഹരിയേട്ടന്റെ പഴയ വക്രദൃഷ്ടി വീണ്ടും സജീവമായി.